الرحمن الرحيم أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബ് നാട് അധർമ്മങ്ങളുടെയും ബൗദ്ധൈവ വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും കരാളഹസ്തങ്ങളിൽ മുങ്ങിക്കുളിച്ചിരുന്ന കാലഘട്ടം. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ സാംസ്കാരികമായ പൈതൃകങ്ങൾ, വൈജ്ഞാനികമായ ചർച്ചകൾ എല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കോളനിവൽക്കരണത്തിന് വിധേയമായിട്ടില്ലാത്ത അറബ് ജനതയെ കാൽനൂറ്റാണ്ടിനുള്ളിൽ അത്ഭുതകരമാം വിധം മാനവ ചരിത്രത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ മാതൃകയില്ലാത്ത വിധം പരിവർത്തിപ്പിച്ച ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിന്റെ അനിർവചനീയമായ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് മാനവ സമൂഹത്തെ ശ്രദ്ധ തിരിക്കുക ദി ഇൻസൈറ്റ് എക്സിബിഷനിലൂടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. കോട്ടക്കൽ കേന്ദ്രീകരിച്ച് ഈ ഏപ്രിൽ മാസം 28 മുതൽ മെയ് 5 വരെ നീണ്ടുകിടക്കുന്ന 9 ദിനങ്ങളിൽ മാനവ സമൂഹത്തെ സമഗ്രമായി പരിവർത്തിപ്പിച്ച ദൈവിക ഗ്രന്ഥത്തെ കുറിച്ചുള്ള മഹത്തായ ഒരു എക്സിബിഷന്റെ പ്രഖ്യാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. നാനാജാതി മത ജന പദങ്ങൾ ജീവിക്കുന്ന ഒരു നാട്, സംസ്കാരങ്ങളുടെ സമ്പന്നമായ ചർച്ചകൾ എക്കാലഘട്ടത്തിലും സജീവമായി നടന്നിട്ടുള്ള ഒരു നാട്. EMS നമ്പൂതിരിപ്പാടിന് വേദങ്ങളുടെ നാട് എന്ന് പറഞ്ഞ് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കൊച്ചു കൃതിയുണ്ട്. വേദങ്ങളുടെ നാടാണല്ലോ ഇന്ത്യ. ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികൾ സമ്പന്നമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. ആരണ്യകങ്ങളും ശ്രുതികളും സ്മൃതികളും ഉപനിഷത്ത് സമാഹാരങ്ങളും എല്ലാം ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും ഒക്കെ ചർച്ച ചെയ്ത നാട്ടിലാണ് സെന്നവസ്തും തെൽമൂദും ഒക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഒരു നാട്ടിലാണ് ഒടുവിലത്തെ ഗ്രന്ഥമായ മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ, അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെ നടക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളോടും ജനവിഭാഗങ്ങളോടും, പ്രത്യേകിച്ച് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിൽ നാടുകളിലേക്ക് യാത്ര തിരിക്കാൻ ബസ് കാത്തു നിൽക്കുന്നവരും കച്ചവടക്കാരും കടത്തിണ്ണയിലിരിക്കുന്നവരുമായ ഒരുപാട് ആളുകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് അത്ഭുതമാണ് ഈ ദൈവിക ഗ്രന്ഥം എന്ന് പറയാൻ. എന്തുകൊണ്ടാണ് കരുത്തുണ്ടാകുന്നത്, ഉൾക്കരുത്തുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഈ ഗ്രന്ഥം മാനവരാശിക്ക് ആദ്യമായി ഓതിക്കൊടുത്ത വ്യക്തി ആരാണ്? അദ്ദേഹം ഒരു അത്ഭുതമാണ് ലോകത്ത്. അനാഥനായി ജനിച്ചു, പിതാവിന്റെ മുഖം കണ്ടിട്ടില്ല, പിതാവിന്റെ താരാട്ടുപാട്ടുകൾ കേട്ട് ഉറങ്ങാൻ അവസരമുണ്ടായിട്ടില്ല, പിതാവിന്റെ കയ്യും പിടിച്ച് അങ്ങാടികളിലൂടെ നടന്ന് അതെന്താണുപ്പ എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരവസരമില്ലാതെ പോയ പ്രവാചക തിരുമേനി, പിതാവിന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് വളരാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അനാഥ ബാലനായി ഈ ഭൂമുഖത്ത് ഭൂജാതനായി. പിന്നീടുള്ള ആമിനയുടെ കൂടെയുള്ള ജീവിതം, മാതാവിന്റെ കൂടെയുള്ള ജീവിതം 6 വർഷമായിരുന്നു. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 6 വയസ്സ് എന്ന് പറയുന്നത് പ്രസ്താവ്യമായ ഒരു കാലഘട്ടമല്ലല്ലോ. അപഗ്രഥിച്ച് മനസ്സിലാക്കാനാവാത്ത ഒരു കാലഘട്ടം.
പനി പിടിച്ചു വെറുങ്ങലിച്ചു മരുഭൂമിയിൽ മരിച്ച ഉമ്മയെ ഓർത്ത് വാവിട്ട് കരഞ്ഞ ഒരു കൊച്ചു പൈതലിന്റെ മുഖം ലോകത്തിന്റെ ചരിത്രത്തിൽ കോറിയിടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 വർഷം കഴിയേണ്ട താമസം സംരക്ഷണം നൽകിയ വല്യാപ്പ മരിച്ചു പിരിഞ്ഞപ്പോഴും 8ാമത്തെ വയസ്സിൽ പൂർണ്ണമായ അനാഥത്വത്തിന്റെ കയ്പുനീരുകൾ കുടിച്ചുകൊണ്ടാണ് ആ പ്രവാചക തിരുമേനി വളർന്നത്. അറേബ്യയിൽ അന്നുണ്ടായിരുന്ന വൈജ്ഞാനികമായ ഏതെങ്കിലും ഒരു മേഖലയിൽ പഠിക്കാൻ അവസരമില്ലാതെ പോയ പ്രവാചകൻ. ഊത്തുപള്ളിയിൽ പഠിച്ചില്ലെങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോദിയില്ല എന്നത് ചരിത്രത്തിലെ സവിശേഷമായ കാര്യങ്ങളിലൊന്നാണ്. മോനെ കള്ളം പറയരുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഗുരുവര്യനില്ലാത്ത കാലം. ഇന്നത്തെ മദ്രസ സംവിധാനങ്ങളില്ല, കോളേജുകളില്ല, ഡീംഡ് യൂണിവേഴ്സിറ്റികളില്ല, ഗുരുമുഖത്ത് നിന്ന് വിജ്ഞാനം നുകരുന്ന പാരമ്പര്യങ്ങളില്ല, വേദങ്ങളെ കുറിച്ചുള്ള സംഘടിതമായ ചർച്ചകളില്ല, സംവാദങ്ങളില്ല. ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ഒട്ടകത്തിന്റെ കടിഞ്ഞാണം പിടിച്ച് ഒട്ടകം സഞ്ചരിക്കുന്ന ദിക്കിലേക്ക് മാത്രം സഞ്ചരിച്ച ഒട്ടകത്താൽ നയിക്കപ്പെട്ട ഊഷരഭൂമിയിലെ ഊഷര ഹൃദയം പേറിയ ഒരു ജനപദമായിരുന്നു അറബികൾ. നാടോടി കഥകൾ ഏറെ ഉണ്ടായിരുന്നു അറബ് നാടുകളിൽ. വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം പണ്ടേ നിലനിന്നു പോന്നിരുന്നു സൗദി അറേബ്യയിൽ. അനവധി കാരണങ്ങളാൽ പാറക്കെട്ടുകളാൽ നിബിഡമായ സൗദി അറേബ്യയുടെ ഊഷരഭൂമിയിൽ സാംസ്കാരികമായ നാമ്പുകളില്ലാത്ത പൂജണ്ഡഗിരിയിൽ നിന്ന ഒരു ജനപദം. ഇത് കവിതയല്ല, ഭാവനയല്ല, ഇതിഹാസമല്ല, ഓർത്തെടുത്ത ഇതിവൃത്തങ്ങളല്ല. ആരുടെയെങ്കിലും ഭാരതജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് സഞ്ചരിച്ച വാൽമീകിയുടെ മനോമുഖരത്തിൽ കൂറിയിടുന്ന ചില കഥാപാത്രങ്ങളല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കഥാപാത്രങ്ങൾ. മറിച്ച് ലോക ചരിത്രത്തിൽ അവർ നിലനിന്നു. പ്രവാചകനെ നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യങ്ങളിലൊന്ന്, പ്രവാചകനാകുന്നതിന് മുമ്പും നല്ല മനുഷ്യനാണ്. പ്രവാചകനായതിനു ശേഷം മാത്രമല്ല, പ്രവാചകത്വത്തിന് മുമ്പ് അദ്ദേഹം മദ്യപിച്ചുവോ? ഇല്ല. വ്യഭിചരിച്ചുവോ? ഇല്ല. കടക്കണ്ണുകളിട്ട് കാമാസക്തമായ നോട്ടത്തിന്റെ അംശങ്ങൾ പോലും ആ പ്രവാചകനിൽ അന്തർലീനമായിരുന്നുവോ? ഇല്ല. ഏതെങ്കിലും ഒരു തിന്മയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവോ? അതും ഉണ്ടായിരുന്നില്ല. നാടിന്റെ വൈകൃതങ്ങൾ ഒന്നും മനസ്സിന്റെ അന്തരാളങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത, സ്വാധീനിച്ചിട്ടില്ലാത്ത, അതും നിങ്ങൾ അറിയണം. ഒരനാഥന് ലോകത്ത് അച്ഛനില്ലാതെ, അമ്മയില്ലാതെ, ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, മമ്മിയും ഡാഡിയും ഇല്ലാതെ വളരുന്ന ഒരു കുട്ടി എന്താവുക? അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്ന് ഫാദർലെസ് അമേരിക്ക എന്ന ഗ്രന്ഥമാണ്. ആരാണ് മോനെ നിന്റെ പിതാവെന്ന് ചോദിച്ചാൽ അച്ഛനെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത, തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിന്റെ മലയാള ഭാഷാന്തരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ പിതാവില്ലാതെ, മാതാവില്ലാതെ, ശിക്ഷണമില്ലാതെ, ഗുരുവര്യനില്ലാതെ, പ്രൗഢമായ ഒരു നേതാവിന്റെ കീഴിൽ ജീവിക്കാൻ അവസരമില്ലാത്ത ഒരു നിരക്ഷരനായ പ്രവാചകൻ. അതാണല്ലോ പ്രവാചകന്റെ പ്രത്യേകത. അക്ഷരങ്ങൾ അറിയാത്ത പ്രവാചക തിരുമേനി. അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അക്ഷരങ്ങളുടെ വിപ്ലവ ലോകത്തേക്ക് പ്രവാചകൻ ഒരു സമൂഹത്തെ ആനയിക്കുന്ന ചരിത്ര മുഹൂർത്തമുണ്ടല്ലോ. അത്ഭുതകരമാണ് ആ ചരിത്ര മുഹൂർത്തം എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ആ പ്രവാചക തിരുമേനിയുടെ എന്തെങ്കിലും ഒരു ഗുണം ഖുർആൻ അദ്ദേഹത്തിന് അവതരിക്കുന്നതിന് മുമ്പ് സമൂഹത്തെ സ്വാധീനിച്ചുവോ? അത്ഭുതകരമാണത്. പ്രവാചകൻ മദ്യപിച്ചില്ല, പ്രവാചകൻ വ്യഭിചരിച്ചില്ല, പ്രവാചകൻ അന്യായമായി സമ്പത്ത് സമ്പാദിച്ചില്ല, പ്രവാചകൻ കച്ചവടത്തിന്റെ നേരും നെറിയും മറന്നില്ല, അയൽപ്പക്ക ബന്ധത്തിന്റെ മാസ്മരികമായ ബന്ധങ്ങളെ ചവിട്ടിമതിച്ച് ജീവിച്ച ഒരാളായിരുന്നില്ല പ്രവാചകൻ. സംഗീത കച്ചേരികൾ അരങ്ങു തകർക്കുന്ന അറബിയുടെ നർത്തകിമാരും നൃത്തങ്ങൾ ചവിട്ടുന്ന ഒരു ലോകത്ത് അവരുടെ മാതളമായ മാംസമായ ഭാഗങ്ങൾ വിട്ട് അതിന്റെ അനുഗ്രഹങ്ങളെ വർണ്ണിച്ചു പാടിയ ഉമർ കൈസുമാരുടെ, ലബീദുമാരുടെ നാട്ടിൽ ജീവിച്ചിട്ട് അതൊന്നുമില്ലാതെ ജീവിച്ച, അത് ആ തിന്മകളിലൊന്നും പങ്കെടുക്കാതെ ജീവിച്ച ഒരു പ്രവാചകൻ. ആ 40 കൊല്ലം ഈ നന്മകളെല്ലാം ഉണ്ടായിട്ട് അറബ് നാട്ടിൽ സമൂലമായ ഒരു പരിവർത്തനമുണ്ടായോ? ബിംബാരാധന എന്തെന്ന് പ്രവാചകൻ അറിയില്ല. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളും ജിന്നുകളും ആരാധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊന്നുമില്ലാതെ ജീവിച്ച ഒരു പ്രവാചകൻ. 40 കൊല്ലം അദ്ദേഹത്തിന് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അല്ലമീൻ എന്ന് അദ്ദേഹത്തെ ലോകം വിളിച്ചു. പക്ഷെ അല്ലമീനിന്റെ മാതൃക പിൻപറ്റിയ ഒരാളും അവിടെ ഉണ്ടായില്ല.
മുഹമ്മദ് നബി മദ്യപിച്ചില്ല എന്നതുകൊണ്ട് പ്രവാചകനെ അനുധാവനം ചെയ്ത് മദ്യപിക്കാതെ ഒരാളും ഇതാ ഈ മുഹമ്മദിനെ കണ്ട് ഞാൻ മദ്യം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊരാളും പറഞ്ഞില്ല. ഈ മുഹമ്മദ് കഅബത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ബിംബങ്ങളെ ആരാധിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളും ചെയ്യില്ല എന്നൊരാളും പറഞ്ഞില്ല. പക്ഷേ ഖുർആനിന്റെ അത്ഭുതം കാണുന്നത് അവിടെയാണ്. വായിക്കുക എന്ന് ഹിറാ ഗുഹയിലെ ജിബ്രീലിന്റെ വഹിയുടെ തുടക്കം അഥവാ ലോക വേദഗ്രന്ഥത്തിന്റെ ഒടുക്കം, ആ ഒടുക്കത്തിന്റെ തുടക്കത്തിൽ ലോകം കേട്ട ശബ്ദം തന്നെ എന്താണ്? ഋഗ്വേദത്തിലില്ല, അത് സാമവേദത്തിലില്ല, അഥർവവേദത്തിലില്ല, ചതുർവേദ ബിന്ദുക്കളിൽ ഒരിടത്തും ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങളിലൂടെ കടന്നുപോയാൽ ഒരിടത്തും കാണാൻ നമുക്ക് സാധ്യമല്ല. 108 ഉപനിഷത്തുക്കളുടെ താളുകളിലൂടെ അരിച്ചുപെറുക്കി നീങ്ങിയാൽ വേദത്തിന്റെ അഗാധതകളിൽ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വേദഗ്രന്ഥങ്ങളെ പഠിച്ചാൽ ഇങ്ങനെയൊരു തുടക്കം, അത് തന്നെയാണ് ഖുർആനിന്റെ അത്ഭുതവും. വായിക്കുക മനുഷ്യരെ, വായിക്കുക. നിങ്ങൾ വായന തുടങ്ങേണ്ടത്, അക്ഷരങ്ങൾ തുടങ്ങേണ്ടത് സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാണ്. അക്ഷരദേവത എന്ന സങ്കല്പത്തിന്റെ പിന്നാലെ പോയി അവിടെ ഒരു പ്രത്യേക ദിനം പ്രഖ്യാപിക്കാനല്ല. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത് അപാരമാണ്. ബാല സുമതി ദേവദാസെ, ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിനാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിലെ 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള സൂക്തങ്ങൾ ആദ്യമായി ലോകത്ത് അവതീർണമായത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ അഗാധതകളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് ഖുർആനിന്റെ തുടക്കം. ചിന്തയുടെ വാതായനങ്ങൾ മനുഷ്യകുലത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ച് 78 സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് 17 സ്ഥലങ്ങളിൽ ഉലായികഹും ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് മുമ്പിൽ ഇന്നും നിലനിൽക്കുന്നത്. ഖുർആൻ വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടിനാഥന്റെ നാമത്തിൽ. വായിക്കാൻ ആരോടാ പറയുന്നത്? അക്ഷരങ്ങളുടെ ലോകത്ത് ജീവിച്ചിട്ടില്ലാത്ത പ്രവാചകനോട് ഗബ്രിയേൽ എന്ന മാലാഖ 3 തവണ ആലിംഗനം ചെയ്ത് മാറോട് ചേർത്ത് വായിക്കുക, ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ബോധിപ്പിക്കും വിധത്തിൽ പ്രവാചകനെ മാറോട് ചേർക്കുകയാണ്. ലോകത്തിന്റെ ഇരുട്ടിനെ, അന്ധകാരങ്ങളെ നീക്കാൻ ഇതാ നീ ലോക പ്രവാചകനാണ്, ഖാത്തിമുൻ നബിയാണ്, അന്തിമ ദൂതനാണ്. ലോകത്തിന് നിരക്ഷതയിലൂടെ സാംസ്കാരികമായി നബിയുടെ വാചകങ്ങൾ ലോകത്തിലെ മഹാപ്രൊഫസർമാർ, ഡോക്ടറേറ്റ് നേടിയവർ, അവർക്കൊന്നും പറയാനാവാത്ത വാചകങ്ങൾ എങ്ങനെ പ്രവാചകന്റെ മൊഴിമുത്തുകളിൽ പോലും ഉണ്ടായി? എങ്ങനെ പ്രവാചകന്റെ കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത, യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേക സബ്ജക്റ്റുകൾ എടുത്തിട്ടില്ലാത്ത, എത്തിക്സിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടില്ലാത്ത, ലോകത്തിലെ മനുഷ്യന്റെ സമ്പന്നമായ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് അവിടെ തിസീസുകൾ അവതരിപ്പിച്ചിട്ടില്ലാത്ത, ഡോക്ടറേറ്റിന് വേണ്ടി പ്രബന്ധം അവതരിപ്പിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ വാക്കുകളിൽ നാം കാണുന്നത് സുന്ദരമായ, ആശ്ചര്യകരമായ, ഹൃദയത്തിന്റെ അന്തരാളങ്ങളെ അടാതാകർഷിക്കുന്ന, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന വൈജ്ഞാനികമായ ഒരു മഹാനിധി ലോകത്ത് എന്നും പെറുക്കിയെടുക്കാനുള്ള മൊഴിമുട്ടുകൾ എങ്ങനെ ഉണ്ടായി? വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടുകൂടെ എങ്ങനെ സംഭവിച്ചു? ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് എഴുതിയിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ആ പ്രവാചകൻ ഏതെങ്കിലും ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടോ? പൂർവ്വവേദങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഗൗരവമായ പഠനങ്ങളാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതം. വിശുദ്ധ ഖുർആൻ അത്ഭുതമാകുന്നത് എന്തുകൊണ്ടാണ്? പല കാരണങ്ങളാൽ ഖുർആൻ അത്ഭുതമായി. കാരണം ഡാർക്ക് ഏജിൽ ജീവിച്ചിരുന്ന ഒരു ജനപദം വെറും 1/4 നൂറ്റാണ്ടിനുള്ളിൽ 23 കൊല്ലം കൊണ്ട് അവരേതൊക്കെ തിന്മയിലായിരുന്നുവോ അതിനോടെല്ലാം സമഗ്രമായി അവർ വിട പറയുകയാണ്. ഇനി അവർക്കതുമായി ബന്ധമില്ല. മദ്യത്തിന്റെ മുന്തിരിച്ചാറുകളിൽ, മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ കുഴിച്ചിടണം, ഞങ്ങളുടെ എല്ലുകൾക്ക് മുന്തിരിവള്ളിയിൽ നിന്നുള്ള ആ സ്വാധീനം ഞങ്ങൾക്ക് സ്വീകരിക്കാമല്ലോ എന്ന് പാടിയവർ. അതെ, ഒരു സ്ത്രീയെ 10 പുരുഷന്മാർ ഉപയോഗിച്ച കാലഘട്ടം, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയ വൈകൃതങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടം, ഏതിനെയും ആരാധിക്കുന്ന കാലഘട്ടം, സൃഷ്ടിച്ച നാഥനെ കുറിച്ച് ബോധമില്ലാത്ത കാലഘട്ടം. ഈ കാലഘട്ടത്തിലെല്ലാം അവർ ജീവിച്ചു പോന്നിട്ട് അവർക്കിടയിലുണ്ടായ മാറ്റം, സാംസ്കാരികമായ മാറ്റം. ലോകത്തിലെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം, എന്റെ പോയിന്റ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, ലോകത്തിലെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം അവതരിച്ച് അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥത്തിന്റെ രചന നടന്ന് അത് സമ്പൂർണമായി കഴിയുമ്പോൾ ആ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തിന് അനുയോജ്യമായ ഒരു ജനപദം, ഒരു യൂണിറ്റ്, ഒരു പഞ്ചായത്ത്, ഒരു ഗ്രാമം ലോകത്ത് രൂപപ്പെട്ട ചരിത്രം ഇന്ന് വരെയില്ല. ബൈബിളിന്റെ പൂർണ്ണ ഉള്ളടക്കത്തിനൊത്ത ഒരു ജനത ലോകത്തുണ്ടായിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെ ഉണ്ടാകാനും പോകുന്നില്ല. വളരെ ഗൗരവമാണ്.
ഋഗ്വേദത്തിന്റെ ഉള്ളടക്കത്തിന് അനുരൂപമായ ഒരു ഹിന്ദു സമൂഹം ലോകത്തൊരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഖുർആനിന്റെ അങ്ങനെയല്ല. ഖുർആനിന്റെ സമ്പൂർണ്ണ ഉള്ളടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജനത ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ഇക്കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതും അത്ഭുതകരമാണ്. പ്രവാചക തിരുമേനി അത്തരമൊരു സമൂഹത്തെ നിറകണ്ണുകളോടെ നോക്കിക്കണ്ടുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നതും ചരിത്രത്തിലെ അത്ഭുതകരമായ വേറിട്ട് നോക്കിക്കാണേണ്ട സ്തംഭിച്ചു നിൽക്കുന്ന ചരിത്രത്തിന്റെ രചതരേഖകളിൽ വളരെ പ്രധാനമായ ഒന്നാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഈ സന്ദർഭത്തെ വിനീതമായി ഉപയോഗിച്ചുകൊള്ളട്ടെ. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരോട്, നാനാജാതി മതത്തിലുള്ളവരോട്, മുസ്ലിം സമൂഹത്തോട് വളരെ പ്രധാനമായി വേദഗ്രന്ഥത്തെ അലംഭാവത്തോടെ സമീപിച്ചവർ, വേദഗ്രന്ഥത്തെ മുൻകാല ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി പഠിക്കുകയും തെറ്റായി സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ആശയങ്ങളിൽ ഉൾപ്പെട്ടുപോയ ഒരു ജനപദം ഇവിടെയുണ്ട്. എന്നാൽ വേദഗ്രന്ഥത്തെ ശരിക്ക് പഠിച്ച് വേദഗ്രന്ഥത്തെ ശരിക്കുൾക്കൊണ്ട് ജീവിച്ച ഒരു ജനപദവും ലോകത്തെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഖുർആനിനെ ഇതര വേദങ്ങളുടെ കൂടെ നിർത്തുകയല്ല, മറിച്ച് ഖുർആനിനെ സമഗ്രമായ പഠനത്തിന് നിങ്ങൾ വിധേയമാക്കണം. എന്തുകൊണ്ട് അറബ് ജനത എല്ലാ തിന്മകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടു എന്നത് വളരെ പ്രധാനമാണ്. എല്ലാ തിന്മയിൽ നിന്നും അവർ മാറി എല്ലാ നന്മകളുടെ വാഹകരും അവരായി. ലോകത്തേതെങ്കിലും ഒരു ജനപദത്തെ മാനവിക സംസ്കാരത്തിന്റെ സമ്പന്നതയുടെ സോപാനങ്ങളിൽ വിരാജിച്ച ഒരു 3 തലമുറയെ, നൂറ്റാണ്ടുകളെ നമുക്ക് കാണാൻ ലോകത്ത് മാനവ ചരിത്രത്തിൽ പ്രവാചകന് മുമ്പോ പ്രവാചകന് ശേഷമോ സാധിച്ചില്ലെങ്കിൽ മിറാക്കിൾ ഓഫ് ദ മിറാക്കിളായി ഖുർആനിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഖുർആനിന്റെ ഒരു പ്രത്യേകത അത് കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, ലോകത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഹൈന്ദവ ഭൂരിപക്ഷമുള്ള 85% ഹൈന്ദവർ ജീവിക്കുന്ന ഒരു നാട്. ഞാൻ വളരെ വിനീതമായി പറയട്ടെ, ഋഗ്വേദം 10 മണ്ഡലങ്ങൾ സമ്പൂർണമായി മനഃപ്പാടമാക്കിയ ഒരൊറ്റ ഹൈന്ദവ പണ്ഡിതനും ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാവുകയില്ല, മറ്റന്നാൾ സൃഷ്ടിക്കാനും സാധ്യമല്ല. ബൈബിൾ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ ഒരു ക്രിസ്തീയ പണ്ഡിതനും ലോകത്തില്ല. അഹമ്മദ് ദീദാത്തിനെ പോലെ ബൈബിൾ അറിയുന്ന ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സാക്കിർ നായിക്കിന്റെ ഇക്കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ബൈബിളിന്റെ എല്ലാ ഭാഗവും ഒരേ അർത്ഥത്തിൽ പഠിച്ച ഒരൊറ്റ ക്രിസ്ത്യാനിയും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ഇല്ല എന്നത് വളരെ പ്രധാനമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ചിന്തകളിൽ ഒന്നിതാണ്. ലോക വേദഗ്രന്ഥങ്ങൾ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം ഇത് കൊണ്ടുവന്ന് ഒരു വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിന്റെ മുഴുവൻ കോപ്പികളും അവിടെ വെച്ച് കത്തിച്ച് ചാമ്പലാക്കിയാൽ പിന്നെ ലോകത്തൊരൊറ്റ കോപ്പിയും ഋഗ്വേദത്തിന്റേത് പുനർക്രമീകരിക്കാൻ, പുനഃസൃഷ്ടിക്കാൻ പാണ്ഡിത്യമുള്ള ഒരൊറ്റ ഹൈന്ദവ പണ്ഡിതനും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല. ലോകത്തിലെ മുഴുവൻ ബൈബിളിന്റെ കോപ്പിയും കൊണ്ടുവന്ന് ഒരു വലിയ തീക്കുണ്ടാരത്തിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കിയാൽ ബൈബിളിന്റെ 5 അധ്യായങ്ങൾ പോലും പുനർക്രമീകരിക്കാൻ കഴിവുള്ള ഒരൊറ്റ ക്രിസ്തീയ പണ്ഡിതനും ലോകത്തൊന്നും ജീവിച്ചിരിപ്പില്ല. വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും ഒരു വലിയ തീക്കുണ്ടാരത്തിൽ കൊണ്ടുവന്ന് കത്തിച്ചാൽ മണിക്കൂറുകളെ കൊണ്ട് ലക്ഷോപലക്ഷം കോപ്പികൾ പുനഃക്രമീകരിക്കാൻ കഴിയുന്ന നെഞ്ചകത്ത് ഖുർആനിനെ മനഃപ്പാടമാക്കിയ ലക്ഷക്കണക്കിന് ഹാഫിലുകൾ എന്ന സംവിധാനം ഈ ദൈവിക ഗ്രന്ഥത്തിന്റെ പ്രാധാന്യമല്ലാതെ വേറെ ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാനില്ല എന്ന തിരിച്ചറിവ് മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന സമ്പൂർണ്ണ ഗ്രന്ഥം ഇതാണ് മനഃപ്പാടമാക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ അനുയായി ആകുന്നതോടെ ഒരാളുടെ മനഃപ്പാട ശക്തി വർദ്ധിക്കുന്നു എന്നാണ് മോഡേൺ യുഗത്തിലെ പുതിയ പഠനങ്ങൾ. ഒരാള് ഇസ്ലാം ആകുന്നതോടെ അയാളുടെ മെമ്മറി പവർ വർദ്ധിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് വേദഗ്രന്ഥം, ഈ ദൈവിക ഗ്രന്ഥം, ആ ദൈവിക ഗ്രന്ഥത്തിന്റെ ഓരോ കാര്യങ്ങൾ, ഓരോ വിഷയങ്ങൾ, അത്ഭുതങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാനുള്ള പരിമിതിയും കഴിവുകേടും എനിക്കുണ്ട്. എങ്കിൽ പോലും സഹോദരങ്ങളെ, പ്രവാചകൻ യത്ലു അലൈഹിം ആയാതിഹി അറബ് ജനതയിൽ
ആ പ്രവാചകൻ ഈ വേദഗ്രന്ഥം ഓതിക്കൊടുത്തു. ഉഖാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ ക്ഷേത്ര ഉത്സവങ്ങൾ നടക്കുന്ന ചന്തകളായിരുന്നു അത്. അറബ് രാജ്യത്തിലെ ബിംബാരാധന നടക്കുന്ന, കൊട്ടും കുരവയും പിപ്പിപ്പിയും നടക്കുന്ന ക്ഷേത്ര ഉത്സവ അങ്ങാടികളിൽ ധൈര്യസമേതം ധീരനായി ഒരു പ്രബോധകൻ, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 39-ാമത്തെ വചനം. അല്ലാഹുവിനെ മാത്രം പേടിച്ച്, ലോകത്ത് വേറൊരാളെയും പേടിക്കാതെ ജനങ്ങളെ ഒന്ന് ആലോചിച്ച്, ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യർ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നവർ നോക്കുന്നില്ലേ? വല്ലാത്തതാണ്. എന്നിട്ട് നെഞ്ചെല്ലുകളുടെയും വാരിയെല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്ന് ആ ഇന്ദ്രിയത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നു. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി. ഒരു കാലഘട്ടത്തിൽ സ്ത്രീയാണ് ഗർഭപാത്രത്തിൽ പുരുഷനെയും സ്ത്രീയെയും തീരുമാനിക്കുന്നത് സ്ത്രീയുടെ ശരീരത്തിലെ പ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. XX ക്രോമസോം, XY ക്രോമസോം, അതിൽ പുരുഷനിൽ XY ക്രോമസോമും സ്ത്രീയിൽ XX ക്രോമസോമുമാണ് ഉള്ളത്. അവിടെ പുരുഷന്റെ X സ്ത്രീയുടെ Xുമായി കൂടിച്ചേർന്നാൽ അത് സ്ത്രീയും, പുരുഷനിലെ Y Xുമായി കൂടിച്ചേർന്നാൽ അത് പുരുഷനുമാണ്. അഥവാ തന്റെ മകനെ 5 പെൺകുട്ടികൾ ഉണ്ടാകുന്നെങ്കിൽ കാരണം മരുമകളല്ല, സ്വന്തം മകനാണ്. ഒരു കാലഘട്ടത്തിൽ അമ്മായി മരുമകളെ 5 പ്രസവിച്ചാൽ, പെണ്ണ് പ്രസവിച്ചാൽ കുറ്റപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണം എന്ന് പറയാൻ. അവിടെയാണ് മോഡേൺ സയൻസ് പറയുന്നത് 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് 200 കോടി 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ 200 കോടി ബീജഗണമാണ്. അതിലൊരൊറ്റ ബീജം, ലക്ഷണമൊത്തൊരു ബീജം അണ്ഡവുമായി കൂടിച്ചേരുകയാണ്. ചരിത്രത്തിന്റെ മഹാസന്ധികളിൽ ഇതൊരു അത്ഭുതകരമായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഖലഖം മിൻ ബാദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും 39-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. നോക്ക്, മുരിശനിലെ ശ്രവിക്കപ്പെടുന്ന 200 കോടി ബീജഗണം ഇന്ദ്രിയം കയ്യിലെടുത്ത് 2 കൈകൾ ഇങ്ങനെ വേർപെടുത്തിയാൽ അത് പശിമയാർന്ന ഒരു ദ്രാവകം മാത്രമാണ്. ആ ദ്രാവകത്തിൽ ബഷീറില്ല, ആ ദ്രാവകത്തിൽ സുബൈറില്ല, ആ ദ്രാവകത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇല്ല, ആ ദ്രാവകത്തിൽ പ്രത്യേകിച്ച് ആരുമില്ല. ആ ദ്രാവകത്തിൽ നിന്നാണ് സുന്ദരിയുടെ പിറവിയുണ്ടാകുന്നത്, സുന്ദരന്റെ പിറവിയുണ്ടാകുന്നത്, ജീനിയസായ മനുഷ്യരുണ്ടാകുന്നത്. എല്ലാം ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മനുഷ്യരെ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്, അത്ഭുതങ്ങളുടെ കലവറ. അദ്ദാരിയാത്ത് 20, 21, 22 വചനങ്ങൾ. മനുഷ്യരെ വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ, ഈ ഭൂമി അത്ഭുതങ്ങളുടെ കലവറ. എന്തിന്? നിങ്ങളുടെ ശരീരം പോലും അത്ഭുതങ്ങളുടെ കലവറയാണ്. നോക്കണേ, എംബ്രിയോളജി പഠിക്കാത്ത പ്രവാചകൻ ലോകത്തിൽ ഓതിത്തരികയാണ് എന്ത്? സുമ്മ ഖലഖനൻ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുദഅ ഫഖലഖനൽ മുദഅത ഇലാമ ഫകസൗനൽ ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. ആ ഇന്ദ്രിയത്തുള്ളി ഒരു രക്തപിണ്ഡമായി മാറി വെക്കേണ്ടിടത്ത് അത് കൃത്യമായി മാതാവിന്റെ ഗർഭപാത്ര ഭിത്തിയിൽ ചോര കുടിക്കുന്ന അട്ടയെ പോലെ, അലക്ക എന്ന് പറഞ്ഞാൽ അതാണ്, അട്ടയാണ്, ചോര കുടിക്കുന്ന അട്ട. അതുപോലെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. പിന്നെ അത് ഒരു മാംസപിണ്ഡമായി. ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തു. ആ അസ്ഥിക്കൂടത്തെ വീണ്ടും മാംസം കൊണ്ട് അനാവരണം ചെയ്തു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. 16-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. ഒന്നും അറിയാത്തവരായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നു. അവിടെ ഒരു കാര്യം സവിശേഷമാണ്. അതെന്താണ്? വിശുദ്ധ ഖുർആൻ ഖലഖം മിൻ ബാദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ, 3 ഇരുട്ടറകൾക്കുള്ളിൽ. പ്രവാചകൻ ഇത് ആര് പഠിപ്പിച്ചു കൊടുത്തു?
ഗർഭപാത്രത്തെ കുറിച്ചറിയാത്ത ഒന്നും അറിയാത്ത ആ കാലഘട്ടത്തിൽ പ്രവാചകന് ഇത് ആര് പഠിപ്പിച്ചു കൊടുത്തു? ആരായി ഇത് പഠിപ്പിച്ചു കൊടുത്തത്? അത് 3 ഇരുട്ടറ. അതെന്താണ്? മാതാവിന്റെ ഉദരമാകുന്ന ഭിത്തി, രണ്ടാമത്തത് ഗർഭപാത്ര ഭിത്തി, മൂന്നാമത്തത് ആംനിയോൺ കൊറിയോൺ പാട എന്ന് പറയുന്ന 3 ഇരുട്ടറകൾ. മോഡേൺ സയൻസ് പറയാൻ എംബ്രിയോളജി പഠിച്ച ഏതൊരു കുട്ടിക്കും കറക്കാൻ. അതുകൊണ്ടാണ് കീത്ത് മൂറിന്റെ ഗ്രന്ഥങ്ങളിൽ, മോറിസ് ബുക്കായിയുടെ ഗ്രന്ഥങ്ങളിൽ, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ മോറിസ് ബുക്കായ ലോകത്തെ ഏറ്റവും ബൈബിളും ഖുർആനും തമ്മിൽ പഠിച്ചിട്ട് ഖുർആനിന്റെ ശാസ്ത്രീയതയും ബൈബിളിന്റെ ശാസ്ത്രീയതയും ബൈബിളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായി എന്നതും രേഖപ്പെടുത്തിയിട്ടുള്ളത് പി.ടി. കുറുവിളയുടെ ബൈബിൾ നിഘണ്ടു കാലഘട്ടങ്ങളിലൂടെ എന്ന ഗ്രന്ഥത്തിലും ഈ വൈരുദ്ധ്യങ്ങളുടെയും എല്ലാ അവസ്ഥയും രേഖപ്പെടുത്തുന്നുണ്ട്. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യങ്ങളിൽ ഒരിടത്ത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി, എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും ഈ വേദഗ്രന്ഥത്തിന്റെ ചുമതല, ഈ വേദഗ്രന്ഥത്തിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു. പരമകാരുണികനായ ലോകത്തിന്റെ തമ്പുരാൻ സ്വാർത്ഥംപരിയായ കക്ഷിത്വബോധമുള്ള മനുഷ്യന്റെ കൈകളിൽ വേദമേൽപ്പിച്ചാൽ അവനതിൽ കൈകടത്തലുകൾ ഉണ്ടാകും. വേദഗ്രന്ഥത്തിന്റെ അനുയായികളെന്നും വേദഗ്രന്ഥ പ്രവാചകൻ വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നവർ പോലും വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും സുമ്മ ഇന്ന അലൈന ബയാന, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ ഈ ഉത്ബോധനത്തെ, ഈ വേദഗ്രന്ഥത്തെ മാനവ സമൂഹത്തിന് വഴികാട്ടിയായി എന്നും നിലനിൽക്കുമെന്ന് ഈ ഗ്രന്ഥത്തെ കുറിച്ച് പറയും. അത്ഭുതകരമാണത്. തീർന്നില്ല. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ എന്നതൊരു അത്ഭുതമാണ്. കാരണം പഠിക്കുന്തോറും മനുഷ്യ ശരീരം ഒരു അത്ഭുതകരമായ സംഭവമാണ്. അത്ഭുതകരമാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ സംവിധാനങ്ങളും. അല്ലാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കലായി ഒരു ന്യൂനതയും കാണിക്കാൻ ഒരാൾക്കും വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ചൊവ്വായ, ഖുർആനിലെ 95-ാം അധ്യായം 4-ാമത്തെ വചനം, ഏറ്റവും ചൊവ്വായ ഘടന. മനുഷ്യന്റെ വിരല് അവിടെയല്ല വേണ്ടത് എന്നൊരാൾക്കും ഇന്ന് വരെ തോന്നാത്ത വിധം മനുഷ്യനെ സംവിധാനിച്ചു. നമ്മുടെ മുടി ഒരു അത്ഭുതമാണ്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ലോകത്തിലെ 714 കോടി മനുഷ്യരിലെ പുരുഷന്മാരുടെ മുഴുവൻ മുടിയും ബാർബർ ഷാപ്പിൽ തലമുണ്ടനം ചെയ്ത് ഒന്നിച്ചു കൂട്ടിയാലും എന്റെ മുടി അതിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെ മുടിയും സെപ്പറേറ്റ് ആയി തിരഞ്ഞെടുക്കാൻ കഴിയും. ആരുടെ മുടിയും മറ്റൊരാളെ പോലെയില്ല എന്ന് മോഡേൺ സയൻസ്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണെന്ന 14 നൂറ്റാണ്ട് മുമ്പ് ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല ഇത്. ഒരു നിരക്ഷരനായ പ്രവാചകന് പറയാൻ കഴിയില്ല ഇത്. അത് ഖുർആനിന്റെ അത്ഭുതങ്ങളിൽ മിറാക്കിൾ ഓഫ് മിറാക്കിൾ. തീർന്നില്ല. മനുഷ്യരുടെ എല്ലാവരുടെ ഉമിനീരും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഏതോ ഗുഹയിൽ താമസിച്ച സദാം ഹുസൈനെ സെപ്പറേറ്റ് തിരിച്ചറിഞ്ഞത്. ലോകത്തൊരാളുടെ ഉമിനീരും വേറൊരാളെ പോലെയില്ല. എല്ലാം വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ സംവിധാനിച്ച വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ അത്ഭുതകരമായ മറ്റൊരവസ്ഥാവിശേഷമാണിത്. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം, മനുഷ്യന്റെ എല്ലാവരുടെയും കണ്ണിലെ കൃഷ്ണമണി എല്ലാവരും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഒരാളുടെ കണ്ണിന്റെ കൃഷ്ണമണി അനുസരിച്ച് ലോക്ക് ഡിസൈൻ ചെയ്യുന്നത്. അയാൾ നോക്കിയാലല്ലാതെ ആ ലോക്ക് ഓപ്പൺ ആവുകയില്ല. അങ്ങനെ കണ്ണ് എല്ലാവർക്കും വ്യത്യസ്തമാണ്. തീർന്നില്ല. എല്ലാവരുടെ വിരലടയാളങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ വിരലടയാളങ്ങളും വ്യത്യസ്തമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. എല്ലാവരുടെ വിരലടയാളം 14 നൂറ്റാണ്ട് മുമ്പാണ് പറയുന്നത്. ഇത് എപ്പോഴാ പറയുന്നത്? സെമിത്തേരിയിലെ ചുടലക്കടത്തിലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മനുഷ്യരുടെ എല്ലുകൾ ഉള്ളം കൈയിലിട്ട് നുരുമ്പി പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഊതി
ഈ എല്ലുകളെയാണോ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് നീ പറയുന്നത് എന്ന് ചോദിച്ച ധിക്കാരികൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഖുർആൻ പറഞ്ഞ വാക്കെന്താ? നിങ്ങളുടെ എല്ലാവരുടെയും വിരലടയാളം. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ? ലോകത്ത് ജനിച്ച് കഴിഞ്ഞുപോയ എല്ലാവരുടെ വിരലടയാളം വ്യത്യസ്തമാണ്. ഇപ്പം നിലനിൽക്കുന്നവരുടെ ഇന്തോനേഷ്യയിലെ ഒരു ചെറ്റക്കുടിലിൽ ഒരു കുട്ടി ജനിക്കാനുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരുത്തന്റെ വിരലടയാളവുമായി അതിന് സാദൃശ്യമുണ്ടോ എന്ന ഒരാശങ്ക പോലുമില്ലാത്ത സിട്ടാവ്. അതൊരു അത്ഭുതമാണ്. ലോകത്തൊരാളുടെ വിരലടയാളം പോലെ വേറൊരാളുടെ ആയി പോവുക ഇല്ല. എല്ലാവരുടെ വിരലടയാളവും വ്യത്യസ്തമായിട്ടാ നിന്റെ റബ്ബ് സൃഷ്ടിച്ചത്. ആ റബ്ബാ നിന്നോട് പറയുന്നത് എന്ത്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം വിശദീകരിച്ചിട്ട് ഖുർആൻ തരക്കേടില്ലാത്തൊരു ഗ്രന്ഥാന്ന് സ്ഥാപിക്കാനല്ല, ആ ഖുർആനാണ് നരകണ്ട് എന്ന് പറയുന്നത് പറയാനാ അല്ലേ? അതിനാ ഈ പ്രസംഗം. ആ ഖുർആനാ പറയുന്നത് നരകണ്ട്, ആ ഖുർആനാ പറയുന്നത് സ്വർഗണ്ട്, ആ ഖുർആനാ പറയുന്നത് മരണാനന്തര ജീവിതമുണ്ട്, ആ ഖുർആനാ പറയുന്ന ഒരു സൃഷ്ടാവുണ്ട്. മനുഷ്യന് പറയാൻ കഴിയാത്തതാ. നിങ്ങൾക്കറിയാം, ഹൈദരാബാദിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഇസ്ലാം സ്വീകരിച്ചു. എപ്പോ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിൽ 56-ാമത്തെ വചനം കേട്ടപ്പോ. സൂറത്ത് നിസായിൽ 56 നരകത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കാ. അവിടെ പറയുന്നുണ്ട്, ശത്രുക്കൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് അവർക്ക് തൊലി നൽകപ്പെടും പകരമായി. ഓരോ തൊലിയും കത്തി അമരുമ്പോൾ അടുത്ത തൊലി ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഈ പരാമർശത്തിലെ എന്ത് മോഡേൺ സയൻസ് ഉള്ളത്? സ്കിന്നിനെ കുറിച്ചറിയാവുന്നവർക്ക് ഒരു അഗ്നിബാധ ഉണ്ടായി 40%. ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നടി പൊള്ളലേറ്റ് മരിച്ചല്ലോ നിലവിളക്കിൽ നിന്ന്. അതിന്റെ ഭാഗമായി മരിച്ചുവല്ലോ. ഡോക്ടർമാർ ആദ്യം പരിശോധിക്കുന്നത് 40% അഗ്നിബാധയേറ്റാൽ ആദ്യമായി അവരെ പരിശോധിക്കുക സൂചി കൊണ്ട് കുത്തിയൊക്കെ. സൂചി കൊണ്ട് കുത്തിയിട്ട് അവർ തരിക്കുന്നുണ്ടെങ്കിൽ, വേദനിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ചിരിക്കുക. കണ്ടു നിൽക്കുന്നവർക്ക് ദേഷ്യം പിടിക്കും. സൂചി കൊണ്ട് കുത്തിയിട്ട് ചിരിക്കേ. ഡോക്ടർ എന്തിനാ ചിരിച്ചത്? അതായത് വേദനാ സംഹാരികളായ സംവേദനക്ഷമതയുള്ള കോശങ്ങൾ ഡെഡായിട്ടില്ല, മരിച്ചിട്ടില്ല, പ്രതീക്ഷണ്ട് എന്നാ തെളിയിക്കണേ. അതായത് സ്കിന്നില് ആഴമേറിയ പൊള്ളലേറ്റ പിന്നെ എന്തുണ്ടാവില്ല അറിയോ? സൂചി കൊണ്ട് കുത്തിയാലൊന്നും അറിയില്ല. വേദന ഉൾക്കൊള്ളുന്ന കോശങ്ങൾ സ്കിന്നിലാണ്. എല്ലാരും മനസ്സിലായിക്കോളി. 14 നൂറ്റാണ്ട് മുമ്പാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നത്, നിനക്ക് നരകത്തിൽ എന്തിനാ തൊലി മാറി മാറി തൊലിയോട് പോയാൽ പിന്നെ കത്തിയാൽ നിനക്ക് വേദന അറിയാൻ കഴിയില്ല. അതുകൊണ്ട് മാറ്റി നിനക്ക് വീണ്ടും തൊലി നൽകപ്പെടും, നിനക്ക് വേദന ആസ്വദിക്കാൻ. ഈ ഒരൊറ്റ വാചകമാണ് ഒരു ഹൈന്ദവ സഹോദരനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്, ഒരു പ്രൊഫസറെ. അത്ഭുതകരമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട് മാത്രം ഖുർആൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അത്ഭുതകരമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, മനുഷ്യ ശരീരത്തിൽ എല്ലാവരുടെ ഗന്ധവും വ്യത്യസ്തമാണ്. എല്ലാവരുടെ ഗന്ധവും. അങ്ങനെ 5 കാരണങ്ങൾ മനുഷ്യനിൽ തന്നെ ഒരാൾക്ക് ഒരാളെ പോലെ ഇല്ലാത്ത വിധം മനുഷ്യനെ സംവിധാനിച്ച പടച്ചോനാ ചോദിക്കുന്നത്, അം ഹസിബ്തും അന്നമാ ഖലഖനാകും മബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അതല്ല, നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാതെ ഖുർആൻ ഒരു സയൻസ് ഗ്രന്ഥമാണ്, ഖുർആൻ ഒരു ജോഗ്രഫി പഠിപ്പിച്ച ഗ്രന്ഥമാണ് എന്ന് പറയാനല്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഇത് പഠിപ്പിച്ച പ്രവാചകന് പറയാൻ കഴിയാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഈ വേദഗ്രന്ഥത്തിലുണ്ട്. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ തന്നെ സോമർ ഡാം എന്ന് പറയുന്ന പ്രഗത്ഭനായ ശാസ്ത്രകാരനാണ് പെൻതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ തേനീച്ച എന്ന. 16-ാം അധ്യായം സൂറത്ത് നഹൽ നിങ്ങൾ നോക്ക്. തേനീച്ച, അതിന്റെ 68-ാമത്തെ വചനം. മാനവ ചരിത്രം സോമർ ഡാം ഇത് കണ്ടെത്തുന്നത് വരെ ലോകത്തിലെ മഹാബുദ്ധിജീവികളുടെ ധാരണ എന്താ? ആൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്, ആൺതേനീച്ചയാണ് തേനുണ്ടാക്കുന്നത്. 40 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് 1/2 ലിറ്റർ തേൻ ശേഖരിക്കാൻ തേനീച്ച പാടുപെടുന്നത് പെൺതേനീച്ചയാണെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ആ നിരക്ഷരനായ പ്രവാചകൻ ലോകത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ നിങ്ങൾ ആലോചിക്കണം, പെണ്ണേ നീ ഉണ്ടാക്കുക, പെണ്ണേ നീ തേൻ ശേഖരിക്കുക എന്ന ഖുർആനിന്റെ പ്രയോഗം എന്തിന്? സൂറത്ത് അൻകബൂത്ത് 29-ാം അധ്യായം 8 കാലി എന്ന അധ്യായം. മോഡേൺ സയൻസ് പറയാണ് 8 കാലി വല നിർമ്മിക്കുന്നതും അതുപോലെ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതും പെൺതേനീച്ചയാണ് എന്ന. പെണ്ണ് 8 കാലിയാണ്. അതും വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിക്കുകയാണ്. എന്തിനാ ഇതൊക്കെ ഖുർആനിൽ വന്നത്? ഈ ഗ്രന്ഥം ദൈവികമാണെന്നും
മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ വിചാരണയുണ്ടെന്നും ഈ വേദഗ്രന്ഥം പറയുമ്പോൾ അതൊരു പ്രവാചകൻ മാനവകുലത്തെ നന്നാക്കാൻ വേണ്ടി ചിന്തിച്ചെടുത്ത കുറെ വചനങ്ങളാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്ന് പറയാൻ. മറ്റൊരു അത്ഭുതം വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്കറിയാം, ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് അവതരിച്ചത്. പക്ഷേ ആ ഖുർആനിൽ ഒരു വചനം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രബോധമുള്ള ആളുകളായിരുന്നു പ്രവാചകന്മാർ എന്ന് തെളിയിക്കുകയാണ് ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം 16-ാമത്തെ വചനം. അതെന്താണ്? വജഅലൽ ഖമറ ഫീഇന്ന നൂറൻ വജഅല ശംസ സിറാജ എന്ന് ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചതാണെങ്കിലും ആ ചോദ്യം നൂഹ് നബിയുടേതാണ്. ആദിമ മനുഷ്യ തലമുറയിലെ നോഹ പ്രവാചകന്റെ ദേവത്വ പോലും ശാസ്ത്രീയമായിരുന്നു എന്നാ ഖുർആൻ പറയുന്നത്. അതെന്താ? വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. ഒരു കോൺട്രഡിക്ഷൻ ഖുർആനിൽ ഉണ്ടായിട്ടില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ്. ഈ ഖുർആൻ എങ്ങാനും അല്ലാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ വൈരുദ്ധ്യം കാണാം. അതാണ് സൂറത്ത് നിസായിലെ 4-ാം അധ്യായം 82 പറയുന്നത്. ഇനി ഖുർആനിലേക്ക് തിരിച്ചു വന്നോ. 71-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനം എന്താ? നൂഹ് നബി ചോദിക്കാൻ ആ ജനതയോട്, ഇവരെ ആരാധിച്ച ജനതയോട് അല്ല, വജഅലൽ ഖമറ ഫീഇന്ന നൂറൻ വജഅല ശംസ സിറാജ, അല്ലാഹു സൂര്യനെ ഒരു വിളക്കും ചന്ദ്രനെ ഒരു പ്രകാശവുമാക്കിയ നിങ്ങൾ കണ്ടില്ലേ? ചന്ദ്രനും സൂര്യനും വിളക്കാണെന്ന് പറഞ്ഞില്ല. സൂര്യൻ വിളക്ക്, ആ വിളക്കിൽ നിന്നേറ്റ പ്രകാശം കൊണ്ട് പ്രതിപ്രവർത്തിക്കുന്നതാണ് ചന്ദ്രൻ എന്ന് വിശുദ്ധ ഖുർആൻ നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിലെ നൂഹ് നബി ചോദിക്കാൻ, അഥവാ സൂര്യനെ സ്വയം പ്രകാശിത ഗോളമുള്ളൂ എന്ന് നൂഹ് നബി അല്ലാഹു പഠിപ്പിച്ചിരുന്നു എന്നർത്ഥം. അഥവാ നൂഹ് നബി മനസ്സിലാക്കിയിരുന്നു എന്നർത്ഥം. എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് ലോകം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്? സൂര്യനും ചന്ദ്രനും രണ്ട് സ്വയം പ്രകാശിത ഗോളങ്ങളാണ് എന്നായിരുന്നു മോഡേൺ സയൻസ് എന്ന് പറയുന്നത് പോലും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഖുർആൻ സൂര്യൻ അത് വിളക്കും, ഒരിടത്ത് പോലും ചന്ദ്രൻ വിളക്ക് സൂര്യൻ പ്രകാശം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഖുർആനിന്റെ കണിശത, വാക്കുകളിലെ കണിശത. നിങ്ങൾക്കറിയാമല്ലോ, ജോർജ് എഡമറഗ് ഖുർആൻ വിമർശന പഠനം എഴുതിയപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കുന്നുണ്ട്. എന്താ അത്? രണ്ട് കാര്യങ്ങളിൽ പരിഹസം. ഒന്ന്, നബി 7 കുടം തണുത്ത വെള്ളം ഒഴിക്കുക പനിക്ക്, പനിച്ച വെള്ളം ഉപയോഗിക്കരുത് എന്നല്ലേ സയൻസ് പറയുന്നത് ചോദിച്ചിട്ട് ഒരു വിമർശനം. ഉഷ്ടപ്പനി എന്ന് പറയുന്ന ഒരു പനിയുണ്ട് ലോകത്ത്, അതിന് ഏറ്റവും വലിയ ചികിത്സ വെള്ളമാണ്. മാത്രമല്ല, ടെമ്പറേച്ചർ വർദ്ധിച്ചാൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ എന്താ പറയല്? കുട്ടിയെ നനച്ചു തുടക്കണം, സന്ധികളിൽ വെള്ളം കൊണ്ട്, പറ്റുമെങ്കിൽ ഐസ് വെക്കണം. വിവരമുള്ളവർ, ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും കടന്നു പോകില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ലോകത്തിന് നൽകിയ മഹാവെളിച്ചം എവിടുന്ന് കിട്ടി? വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനിക വചനങ്ങളെല്ലാം, ഞാൻ ഈ പറഞ്ഞതും പറയാത്തതും അഥവാ സമയത്തിന്റെ കുറവ് കൊണ്ട് വിട്ടുകളയുന്നതുമായ എന്തെന്ത് കാര്യങ്ങളുണ്ടോ അതെല്ലാം വൈരുദ്ധ്യമില്ലാതെ പ്രവാചകൻ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാം, ഒന്ന്, നബി മരുഭൂമിയിലൂടെ നടന്നപ്പോ സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നു എന്ന് പ്രവാചകന് തോന്നിയതാണ് എന്നാണ് ജോസഫ് ഡമറകിന്റെ ഒരു വിമർശനം. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 36-ാം അധ്യായം സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുകയാണ്, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. നോക്ക്, സൂര്യൻ അല്ലാഹു നിശ്ചയിച്ച കൃത്യമായ ഒരു പദമേഖലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഖുർആനിന്റെ പരാമർശം. ചന്ദ്രനുമുണ്ട് വൃദ്ധിക്ഷയങ്ങൾ, എന്നിട്ട് വകുല്ലും ഫീ ഫലഖി യസ്ബഹൂൻ, ഒരു സ്വിമ്മിംഗ് മോഷൻ, വെള്ളത്തിൽ നീന്തുന്ന പോലെ ഗോളങ്ങൾ ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ സഞ്ചരിക്കുന്നു എന്ന ഖുർആനിന്റെ കണിശമായ പരാമർശം. സൂര്യനും ചന്ദ്രനും കറങ്ങുന്നു, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഭൂമി സഞ്ചരിക്കുന്നു, സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ സൂര്യനും സഞ്ചരിക്കുന്നു. ഇതെല്ലാം പരാമർശിച്ച ഒരു ദൈവിക ഗ്രന്ഥം, മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ. എന്നാൽ ഇതിനേക്കാളെല്ലാം അത്ഭുതകരമായ മറ്റൊരു കാര്യം, 14 നൂറ്റാണ്ടുകൾ അതിജയിച്ച് മാനവ സമൂഹത്തിൽ ധാർമ്മികത പകർന്ന് എന്നും നെഞ്ചുകൂടെ നിലനിൽക്കാൻ ഒരു ജനതയെ ഇത് പര്യാപ്തമാക്കുന്നു എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, അലക്സാണ്ടർ ചക്രവർത്തി, ഡെമോസ്റ്റനീസ്, അതുപോലെ അശോക ചക്രവർത്തിമാർ, ലോകം ഭരിച്ച പല ആളുകൾ, കമ്മ്യൂണിസ്റ്റ് നായകന്മാർ, വിവിധ മതത്തിന്റെ
ദാർശനികന്മാർ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ ബേസ് ചെയ്ത് ജീവിതത്തെ പൂരിപ്പിച്ചവർ, ശങ്കരാചാര്യ ദർശനമനുസരിച്ചവർ, ശ്രീനാരായണ ഗുരുവിന്റെ സംഭാവനകൾ, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്ത് മദ്യമുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞ ലോകത്തിലെ ഒരേ ഒരു ചക്രവർത്തി, ലോകത്തിലെ ഒരേ ഒരു കിരീടം വെക്കാത്ത ഭരണാധികാരി, ലോകത്തിലെ ഒരേ ഒരു ചെട്ടക്കുടിൽ താമസിച്ച മാനവ മനുഷ്യന്റെ മനസ്സിൽ മഹാചക്രവർത്തിയായി ജീവിച്ച പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യമുക്തമായ ഒരു രാജ്യം, ഒരൊറ്റ മനുഷ്യനും മദ്യപിക്കാത്ത, ആ മദ്യത്തിന്റെ വരുമാനം കൊണ്ട് നിലനിൽക്കാത്ത അധികാരത്തെ കെട്ടിപ്പടുത്ത ലോകത്തിലെ പ്രവാചകൻ. കേരളത്തിൽ എന്നും എന്താ പ്രശ്നം? മദ്യമുക്തമായാൽ എങ്ങനെ നിലനിൽക്കുമെന്ന് നോക്കൂ. സൗദി അറേബ്യ മദ്യമില്ലാത്ത, മദ്യം വിട്ടതിന്റെ വരുമാനമില്ലാതെ നിലനിൽക്കുന്ന രാജ്യങ്ങൾ, പ്രവാചകൻ തിരുമേനി വളർത്ത രാജ്യം, വേശ്യാലയത്തിന്റെ കമ്മീഷനുകളില്ലാത്ത, വേശ്യാലയത്തിന്റെ രജിസ്ട്രേഷന്റെ ഫീകളില്ലാത്ത ഒരു രാജ്യത്തെ കെട്ടിപ്പടുത്ത, പലിശാലയമില്ലാത്ത, എക്കണോമിക്കൽ ക്രൈസിസ് ലോകം നേരിട്ടപ്പോ ആ ക്രൈസിസ് പുല്ലുവില കൽപ്പിക്കാത്ത, അതില്ലാത്ത സൗദി അറേബ്യ ഇന്നും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അഥവാ ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം, ഇസ്ലാമിന്റെ ദാമ്പത്തിക ശാസ്ത്രം, ഇസ്ലാമിന്റെ കൗടംബിക ശാസ്ത്രം, ഇസ്ലാമിന്റെ വൈയക്തിക ചിന്തകളുടെ തലം, ഇസ്ലാമിന്റെ ഇതര പ്രത്യയ ശാസ്ത്രങ്ങളോടുള്ള സമീപനം, ഇസ്ലാമിന്റെ ആധുനിക യുഗത്തിന്റെ പ്രസക്തി, ഇസ്ലാമിന്റെ കച്ചവട രംഗത്ത് നേരുന്നറിയും, ഇസ്ലാമിന്റെ ഗ്രാമവൽക്കരണ സങ്കല്പം, ഇസ്ലാമിന്റെ രാജ്യഭരണ തന്ത്രജ്ഞതയുടെ മൗഢോദാഹരണങ്ങൾ, അങ്ങനെ ഇസ്ലാമിക സംസ്കൃതികളുടെ ഇന്നലകളെ കുറിച്ച് പഠിച്ചാൽ അത്ഭുതകരമായ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ കോറിയിടാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം നിങ്ങൾക്കുണ്ടാക്കുക എന്നതാണ് ഖുർആൻ അത്ഭുതങ്ങളുടെ ബാക്കിയെല്ലാം. ഈ ഏപ്രിൽ 28 മുതൽ മെയ് 5 വരെ നിങ്ങൾക്ക് എക്സിബിഷൻ ആളുകളിലൂടെ, പവനിയലുകളിലൂടെ, അവിടെ നടക്കുന്ന ടേബിൾ ടോക്കുകളിലൂടെ, അവിടെ നടക്കുന്ന സംവാദങ്ങളിലൂടെ, അവിടെ നടക്കുന്ന ചോദ്യോത്തരങ്ങളിലൂടെ, അവിടെ നടക്കുന്ന പ്രൗഢ വിഷയബന്ധിത പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതിൽ എനിക്ക് ശേഷം സന്ദേഹമില്ല. ഒരാദർശത്തെ കുറിച്ച് പോരായ്മകളുടെ തോന്നലുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടെയാണ് പ്രവാചകൻ സൗദി അറേബ്യയിൽ പ്രവാചകനായി വന്നു. എന്നിട്ടോ വിശുദ്ധ ഖുർആൻ പറയാൻ, അതാണ് എന്റെ മർമ്മം ഈ വിഷയത്തിലെ. അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദി യജിദൂനഹു മക്തുബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹും അത്തയ്യിബ വയുഹർരിമു അലൈഹിം അൽ ഖബായിസ. വിശുദ്ധ ഖുർആൻ പറയാൻ വളരെ ഗൗരവമായ പരാമർശമാണ് അവിടെ നടക്കുന്നത്. ഖുർആൻ പറയാണ്, നിരക്ഷരനായ ഒരു പ്രവാചകൻ, തൗറാത്തിലും ഇൻജീലിലും പൂർവ്വവേദങ്ങളിലും പേര് പറയപ്പെട്ട പ്രവാചകൻ, മ്ലേച്ഛാചാര്യന സമുന്നിത മഹമ്മദിദിക്യാത ശിഷ്യശാഖ സമുന്നിതം ലിംഗച്ഛേദ ശിഖാഹീന എന്ന് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ പ്രവാചക തിരുമേനി, ആ പ്രവാചക തിരുമേനി ആ നാട്ടിൽ വന്നിട്ട് ചെയ്തതെന്താ? എല്ലാ നന്മയും അദ്ദേഹം കൽപ്പിച്ചു. തീർന്നില്ല, ആ നന്മ കൽപ്പിക്കുക മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷം ജനങ്ങളെ പഠിപ്പിച്ചു. അദ്ദേഹം റോൾ മോഡലായി. ലോകത്ത് പ്രവാചകനെ മാറ്റുണ്ടാക്കാൻ കഴിഞ്ഞാതാ. പ്രവാചകൻ എന്ത് മുടിഞ്ഞുവോ അതിന്റെ ഒന്നാമത്തെ മാതൃക പ്രവാചകനാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സർട്ടിഫൈ നൽകിയ പോലെ കാന ഖുൽഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രവാചകനെ നിയോഗിക്കപ്പെട്ടത്. തീർന്നില്ല, പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വഇന്നക ലഅലാ ഖുലഖിൻ അളീം. 68-ാം അധ്യായം സൂറത്ത് ഖലം 4-ാമത്തെ വചനമാണ്. ഓ പ്രവാചകരെ, താങ്കൾ ലോകത്തിലെ ഏറ്റവും ഉൾക്കിട്ട സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങയേക്കാൾ ഉന്നതനായി കാരുണ്യം മനുഷ്യരോട് കാണിച്ച ഒരാൾ ലോകത്തില്ല. അങ്ങയേക്കാൾ ഉന്നതനായ ഒരു ഭർത്താവ് ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങയെപ്പോലെ ഉന്നതനായ ഒരു പിതാമഹൻ ലോകത്തുണ്ടായിട്ടില്ല. അങ്ങയെപ്പോലെ ഒരു നല്ല അയൽവാസി ലോകത്തുണ്ടായിട്ടില്ല. മാത്രമാണോ, മനുഷ്യൻ അഭിനയിക്കാം, നിഫാക്ക് കാണിക്കാം, പക്ഷേ ഉള്ളും പുറവും അറിയുന്ന അള്ളയാ പറയുന്നത് വഇന്നക ലഅലാ ഖുലഖിൻ അളീം, ഏറ്റവും സമ്പന്നമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു താങ്കൾ എന്ന് പ്രവാചകനെ കുറിച്ച്. ആ പ്രവാചകൻ എല്ലാ നന്മയും കൽപ്പിച്ചു. അതുകൊണ്ടാണ്, ഓ പ്രവാചക, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വ
വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 45-46 വചനങ്ങളാണ്. അല്ലയോ പ്രവാചകരെ, അങ്ങ് മാതൃകയാണ്. ഒന്നാമതായി അങ്ങ് മാതൃകയാണ്. എല്ലാ കാര്യത്തിലും അങ്ങ് മാതൃകയാണ്. ജൂതൻ പോലും പ്രവാചകന്റെ അടുത്ത് വിധിക്ക് വരികയാണ്. അങ്ങ് വിധിച്ചാൽ മതി പ്രവാചക, അങ്ങ് നീതിമാനാണ് എന്ന് പറയുന്ന നീതിയുടെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്, നീതിക്ക് കാവലാളായ ലോകത്തിലെ ഒരു വേദഗ്രന്ഥം അത്തരമൊരു തലമുറയെ സൃഷ്ടിച്ചു. മാത്രമാണോ വൈൻ കാനു മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ഖുർആനിലെ 2-ാം അധ്യായം 129-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 181-ാമത്തെ വചനം, ഖുർആനിലെ 3-ാം അധ്യായം 164-ാമത്തെ വചനം, ഖുർആനിലെ 62-ാം അധ്യായം 2-ാമത്തെ വചനം. വൈൻ കാനു മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനത, അല്ലാഹു പറയുന്നത് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. എന്നാൽ ഇന്നോ കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഒരു ഉത്തമ തലമുറയാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്. ഖുർആനിലെ 2-ാം അധ്യായം 143-ാമത്തെ വചനം, ഖുർആനിലെ 3-ാം അധ്യായം 104-110 വചനങ്ങൾ, ഖുർആനിലെ 9-ാം അധ്യായം 100-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 115-ാമത്തെ വചനം. ലോകത്തിന് മാതൃകയായ ഏറ്റവും ഉന്നതനായ ഒരു പ്രവാചകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലോകം അനുകരിച്ചു. നോക്കൂ, ആ പ്രവാചകൻ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്. അബൂജഹലിന്റെ മനസ്സിളകുകയാണ്, അബൂ സുഫിയാന്റെ മനസ്സിളകുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്, ഈ ഖുർആൻ നമ്മൾ ആദ്യം കേട്ട് മാതൃകയാകരുത്, അതുകൊണ്ട് നമ്മൾ കേൾക്കില്ല. പക്ഷേ ഖുർആനിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് അന്ന് രാത്രി രണ്ടുപേരും ഒളിച്ചിരുന്ന് പ്രവാചകന്റെ ഖുർആൻ ഓത്ത് കേൾക്കുകയാണ്. രണ്ടുപേരും കൂട്ടിമുട്ടുകയാണ്, അത്ഭുതപ്പെടുകയാണ്, അവർ പരസ്പരം നിന്ദിരാവുകയാണ്. അങ്ങനെ വീണ്ടും തീരുമാനിക്കുന്നു, ഇനി ഒരിക്കലും കേൾക്കില്ല. പിറ്റേ ദിവസവും അങ്ങനെ തന്നെ, അതിന്റെ പിറ്റേ ദിവസവും അങ്ങനെ തന്നെ. ഖുർആനിന്റെ മാസ്മരികതയതാണ്. എല്ലാവരും വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വലയത്തിൽപ്പെട്ടു. വലീദ് ഇബ്നു മുഗീറ അതിന്റെ അത്ഭുതം അന്വേഷിച്ചു, അതിന്റെ അത്ഭുതം തൊട്ടറിഞ്ഞു, അത് പ്രഖ്യാപിച്ചു. പക്ഷേ ഹിദായത്ത് അല്ലാഹു കണക്കാക്കുന്നതാണല്ലോ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യയിൽ വന്നിട്ട് 4 നൂറ്റാണ്ട് കൊണ്ട് എന്തുണ്ടായി എന്ന് നിങ്ങൾ ചോദിക്കേ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭരണാധികാരി, ഉദാഹരണം ഒരു ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്ട്, ഏറ്റവും വലിയ PWD, ഏറ്റവും വലിയ ഇലക്ട്രിക് സംവിധാനങ്ങൾ, ഏറ്റവും വലിയ നഗര വികസനം, ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തനം, ഏറ്റവും നല്ല പെയിൻ പാലിയേറ്റീവ് സെന്ററുകൾ, ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ, ഏറ്റവും നല്ല സ്കൂൾ സംവിധാനങ്ങൾ, ഇതെല്ലാം ഏർപ്പെടുത്തിയ ഒരു ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയിൽ മാതൃകയാകുകയാണ്. അവിടെ ചെന്നു ആ ഗ്രാമപഞ്ചായത്തിന്റെ പിതാവിനോട് നിങ്ങൾ എങ്ങനെ ഈ ഒരു ഗ്രാമപഞ്ചായത്ത് രൂപപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഇതെന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ താല്പര്യം, ആ ഗ്രന്ഥത്തിന്റെ വചനം ഞാൻ സ്വീകരിച്ചു, അതിനനുസരിച്ച് ഞാൻ ജീവിച്ചു, അതിനനുസരിച്ച് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. അങ്ങനെയായി ഈ മാറ്റമുണ്ടായതെന്ന് പറഞ്ഞാൽ അത്ഭുതം വ്യക്തിക്കാണോ, അത്ഭുതം ഖുർആനിനാണോ? അവിടെയാണ് ഖുർആൻ. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 90-ാമത്തെ വചനം മാത്രം എടുത്തു നോക്ക്. മദ്യത്തിൽ മുങ്ങിക്കുളിച്ച അബ്കാരി കോൺട്രാക്ടറായ അബൂ തലത്തുൽ അൻസാരിയുടെ കള്ളുഷാപ്പിൽ അനസ് റളിയല്ലാഹു കല്ല് വിളമ്പുമ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ വചനം അങ്ങാടിയിൽ ഒരു കൊച്ചു പയ്യനാൽ പാരായണം ചെയ്യപ്പെട്ടു കൊണ്ടുപോകുന്നത്. എന്താണത് എന്ന് നോക്കി ആ പാരായണം കേട്ട് മദ്യം ഹറാമാക്കി എന്ന് കേൾക്കേണ്ട താമസം. കള്ളിന്റെ ചഷകങ്ങൾ, മദ്യത്തിന്റെ ചഷകങ്ങൾ, ഒരൊട്ടകം വീണാൽ മുങ്ങിപ്പോകുന്ന കള്ളിന്റെ ചഷകങ്ങൾ അടിച്ചുടച്ച് അബൂ തലത്തുൽ അൻസാരി തിരിച്ചു പോരുന്നു. അനസ് തിരിച്ചു പോരുന്നു. മദ്യപിച്ചവർ വായിലേക്ക് കൈയിട്ട് മദ്യം ഛർദിക്കുന്നു. ഡ്രസ്സിൽ മദ്യമായവർ ആ ഭാഗം മുറിച്ചു മാറ്റുന്നു. പൂർവകാല യുദ്ധത്തിൽ മദ്യപിച്ച് കൊല്ലപ്പെട്ട സഹാബത്തിനെ കുറിച്ച് ആശങ്കകൾ പ്രകടിപ്പിക്കുന്നു. ഇത് ഋഗ്വേദത്തിന് സാധിച്ചിട്ടില്ല, സാമവേദത്തിന് സാധിച്ചിട്ടില്ല, അഥർവവേദത്തിന് സാധിച്ചിട്ടില്ല, ബൈബിളിന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, നോഹ പ്രവാചകൻ മദ്യപിച്ച് ഉടുതുണിയുരിഞ്ഞ് മത്തനായി നഗ്നനായി കിടന്നു എന്ന് ഒരു പ്രവാചകനെ കുറിച്ച് മനുഷ്യരുടെ സ്ഖലിത ബിന്ദുക്കൾ ചേർന്ന വേദഗ്രന്ഥമായി തീർന്നില്ല. ലോത്താ പ്രവാചകൻ സ്വന്തം മക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരെ ഗർഭം ധരിപ്പിച്ചു എന്ന് പറയുന്ന ബൈബിളിലെ മനുഷ്യരചനയും വിശുദ്ധ ഖുർആനിന്റെ എത്തിക്സും രണ്ടും രണ്ടാണ്. ഖുർആൻ മാതൃത്വത്തിന്റെ മഹനീയ പറയുന്നിടത്ത് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന. വിശുദ്ധ ഖുർആൻ ഏറ്റവും ഓതിക്കേൽപ്പിക്കപ്പെടുന്ന ഈ മലപ്പുറത്ത് ഈ ആയത്തിന് ഒരു അത്ഭുതമുണ്ട്.
പ്രശ്നമുണ്ട്. എന്താ അറിയുമോ നിങ്ങൾക്ക്? കേരളത്തിൽ ഏറ്റവും കുറവ് വൃദ്ധസദനങ്ങളുള്ള ഏക ജില്ല മലപ്പുറം ജില്ലയാണ്. നോക്കണം, കേരളത്തിൽ വൃദ്ധസദനങ്ങൾ ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്, ആലപ്പുഴയിലാണ്, കോട്ടയത്താണ്, എറണാകുളത്താണ് ഏറ്റവും കുറവ്. അഥവാ മാതാവിനും പിതാവിനും ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകുന്നവർ കേരളത്തിലെ മലപ്പുറത്താണ്. അതിന്റെ കാരണം മാതൃത്വവുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ അത്ഭുതമാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഓക്കേ, നിന്റെ മാതാവും നിന്റെ പിതാവും. ഒന്നാമതായി പറയുന്നത് അല്ലാഹ് വിധിച്ചിരിക്കുന്നു, നിന്റെ റബ്ബിനെയല്ലാതെ ആരാധിക്കരുത് എന്ന്. നിന്റെ റബ്ബിനെയല്ലാതെ ആരാധിക്കരുത്, നിന്റെ മാതാവിനോടും പിതാവിനോടും പുണ്യം ചെയ്യണമെന്ന്. അവരിൽ ഇരുവരിൽ ആര് വാർദ്ധക്യം പ്രാപിച്ചാലും അവരോട് ഛേ എന്ന വാക്ക് പറയരുത് എന്നും മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപമെന്നും മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്നും ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ മാതൃത്വത്തിന് മഹനീയത കൽപ്പിക്കുന്ന ഒരു സമൂഹമുണ്ടായി. ഖുർആനിലെ 6-ാം അധ്യായം 161-ാമത്തെ വചനം, ഖുർആനിലെ 17-ാം അധ്യായം 30-കൾക്ക് ശേഷമുള്ള വചനങ്ങൾ, ഖുർആനിലെ അനവധി വചനങ്ങളിലൂടെ ദാരിദ്ര്യ ഭയത്താൽ കുട്ടികളെ കൊല്ലരുതെന്നും, അതേ വിശുദ്ധ ഖുർആനിന്റെ വൈദൽ മൗദത്ത് സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത് 89-ാം അധ്യായം 8-9 വചനങ്ങളിൽ എന്തിനാണ് ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടി എന്തിന് കുഴിച്ചുമൂടപ്പെട്ടു എന്ന് ചോദിക്കുമെന്ന് പഠിപ്പിക്കുക വഴി ഖുർആനിൽ അനവധി വചനങ്ങളിലൂടെ MTP എന്ന ഓമന പേരിൽ തുടങ്ങിയ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ് ഈ ബീജം തീരുമാനിച്ച് അല്ലെങ്കിൽ കുട്ടിക്ക് രോഗമുണ്ടോ എന്നറിഞ്ഞ് രോഗമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി മോഡേൺ സയൻസ് കണ്ടെത്തിയ MTP ഉപയോഗിച്ച് പെണ്ണാണെങ്കിൽ കൊന്നുകളയുക എന്ന ഡാർക്ക് ഏജ് ഇന്നും നിലനിൽക്കുകയാണ്. അവിടെയാണ് പെൺകുട്ടികളെ കുഴിച്ചുമുടരുത്, കുഞ്ഞിനെ കുഴിച്ചുമുടരുത് എന്ന വിഷയം അവതരിപ്പിക്കുക വഴി ജീവന് വലിയ വില, പെണ്ണിന് വലിയ വില അത് കൽപ്പിക്കാൻ അത്ഭുതകരമായി സാധിച്ച വേദ എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, അറബ് ജനത ചരിത്രത്തിൽ ഒന്നുമായിരുന്നില്ല. അറബ് ജനത ചരിത്രത്തിൽ വമ്പിച്ച പരിവർത്തനം ഉണ്ടായത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഏകദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളോട് അമ്പിയാക്കൾ മഹാന്മാരാണ്, ഔലിയാക്കൾ മഹാന്മാരാണ്, പക്ഷേ അവരെ ആരാധിക്കരുത്. മലക്കുകൾ കഴിവുള്ളവരാണ്, ജിന്നുകൾ കഴിവുള്ളവരാണ്, പക്ഷേ അവരെ ആരാധിക്കരുത്, അവരോട് പ്രാർത്ഥിക്കരുത്, അവരുടെ മുമ്പിൽ നിങ്ങൾ വണങ്ങരുത് എന്ന് പഠിപ്പിക്കുക വഴി ഏകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം ശിരസ് നമിക്കുന്ന ഏകാന്ത ബോധം, ഏകാഗ്രതയുള്ള പടച്ചവനിൽ ഭരമേൽപ്പിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഉഹദിലും ബദറിലും ഖന്തക്കിലും ഹുനൈനിലും ഖാദിസിയിലും ഖൈബറിലും പതറാത്ത ഒരു ജനപദത്തെ ഉണ്ടാക്കാൻ ഏകദൈവാരാധനക്ക് സാധിച്ചത്. അതേ വർഗീയ കോമരങ്ങളായി ജാതിയുടെ പേര് പറഞ്ഞ് ഗോത്രമഹിമ പറഞ്ഞ ഒരു സമൂഹത്തോട് കുല്ലുക്കും വാഹിദ്, അത് ഇന്ന റബ്ബുക്കും വാഹിദ് ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഏകനാണ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്, ആദമിൽ നിന്നാണ് നിങ്ങളൊക്കെ, ലാ ഫളില ലി അറബിയ്യൻ അലാ ജമിയ്യ, അറബിക്ക് അനറബിയേക്കാൾ യാതൊരു പ്രത്യേകതയുമില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ ബോധത്തിന്റെ അത്ഭുതം സൃഷ്ടിക്കാൻ ഈ വേദഗ്രന്ഥത്തിന് സാധിച്ചു എന്നത് വളരെ പ്രസ്താവ്യമായ മറ്റൊരു കാര്യമാണ്. തീർന്നില്ല. പ്രവാചക തിരുമേനി ഈ ലോകത്തോട് വിട പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അദ്ദേഹം മാതൃക കാണിച്ചു. ഏതെങ്കിലും ഒരു മേഖല വിട്ടുപോയില്ല. പല്ല് തേക്കാൻ ആ പ്രവാചകൻ പഠിപ്പിച്ചു, ചെരുപ്പ് ധരിക്കാൻ ആ പ്രവാചകൻ പഠിപ്പിച്ചു, മുണ്ടെടുക്കാൻ ആ പ്രവാചകൻ പഠിപ്പിച്ചു, ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു, മക്കളുമായുള്ള ഇടപാടുകൾ പഠിപ്പിച്ചു, കച്ചവടത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ചു, അയൽപക്ക ബന്ധത്തിന്റെ മാസ്മരികമായ വലയങ്ങളെ കുറിച്ച്, അയൽവാസിക്ക് സ്വന്തം സ്വത്തിൽ അവകാശമുണ്ടോ എന്ന് തോന്നിപ്പോകുമാറുള്ള ചർച്ചയും ഗൗരവവും ലോകത്തെ പഠിപ്പിച്ചു. ഇതര മത സമൂഹത്തോട് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദ് മിനൽ ഗയ്, മതത്തിന്റെ പേരിൽ ബലാത്കാരമില്ലെന്ന് പഠിപ്പിച്ചു. ഇനി എന്തുവാ പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കേണ്ടത്? അതെല്ലാം പഠിപ്പിച്ചത് ഈ വേദഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ടാണ്.
അങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവിക ഗ്രന്ഥത്തിന്റെ മാസ്മരികത നിലനിൽക്കുന്ന ഒരു ഇൻസൈറ്റ് എക്സിബിഷൻ എന്ന ലോക പരിവർത്തനത്തിന്റെ പടപ്പാട്ടിന്റെ കേന്ദ്രത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. വരുമോ? മനുഷ്യ മതിൽ തീർക്കാൻ, സൗഹൃദത്തിന്റെ മതിൽ തീർക്കാൻ നിങ്ങൾ വരുമോ? വർഗീയതയില്ലാത്ത വിശ്വാസത്തിലേക്കുള്ള ക്ഷണം, സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ച സിട്ടാവിലേക്കുള്ള ക്ഷണം എത്ര ഉജ്ജ്വലമാണ്. ആ സിട്ടാവിലേക്ക് മടങ്ങിപ്പോകാൻ പ്രവാചകൻ ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയുമോ? അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതെന്താണെന്നറിയാമോ? നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നു എന്ന ബോധത്തോടെ നിങ്ങൾ അവനെ ആരാധിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനങ്ങളിൽ, അതായത് ഖുർആനിലെ 96-ാം അധ്യായം 14-ാമത്തെ വചനം എന്താണ്? അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹ് അവരെ കാണുന്നുണ്ട് സദാ എന്ന ബോധം അവർക്കില്ലേ? അവരറിയുന്നില്ലേ അല്ലാഹ് അവരെ കാണുന്നുണ്ടെന്ന്? അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണം ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്. കാരണം പാലിൽ വെള്ളം ചേർക്കുമ്പോളേ എന്ന് പറയുമ്പോൾ ഇല്ല ഉമ്മ, അത് സാമൂഹ്യ ബോധത്തിൻ്റെത് മാത്രമല്ല, പാലിൽ വെള്ളം ചേർക്കുന്ന പടച്ചോൻ കാണും. ചെയ്യില്ല ഞാൻ. ഒരു പെണ്ണ് പറയാണ്, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, ചുറ്റും കറുത്ത് തമോമയമായി ഇരുമുട്ടും ഇരവിരിൽ ഏകാഗിയാണ് ഞാൻ, കൂട്ടിനൻ തോയനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, ഈ ആട്ടുകട്ടിലിൽ എനിക്കൊരു പുരുഷനെ ക്ഷണിക്കാം, എന്റെ വീട്ടിൽ ആരുമില്ല, പക്ഷേ നാഥ ഞാൻ നിന്നെ പേടിക്കുന്നു. ഇങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ചാട്ടവാറുകളില്ലാതെ, പോലീസുമാരില്ലാതെ, പട്ടാളമില്ലാതെ, AK-47 ശബ്ദമില്ലാതെ ഇസ്ലാം മനുഷ്യരെ നിയന്ത്രിച്ചത്. എന്റെ റബ്ബെന്നെ കാണുന്നു എന്ന ബോധം. അതാണ് ഖുർആനിന്റെ വചനം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ ഈ വേദഗ്രന്ഥം പഠിപ്പിച്ചു. അത് മനസ്സിലാക്കാനാണ് ഖുർആനിന്റെ അത്ഭുതങ്ങൾ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, എന്റെ വാക്കുകൾ സാഗൂതം കെട്ട നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, അഗൈരവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, എന്റെ വാക്കുകൾ നിങ്ങൾക്ക് പരിവർത്തനദായകമായി ഭവിക്കട്ടെ എന്ന് പരമകാരുണികനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതൊരു തുടക്കമായും ഇതൊരു മഹാപ്രവാഹമായും ഇത് കൊച്ചു കഴിവൈകളായി ഒഴുകി സാഗരങ്ങളിൽ പതിക്കുന്ന മഹാനദികളായി, ലോകത്തിന് വെളിച്ചമേകുന്ന മഹാതുള്ളികളായി ഈ സംരംഭം വിജയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, കോട്ടക്കലിൽ നടക്കുന്ന ഈ മഹാ പ്രോഗ്രാമുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അനവധി പ്രബോധന സംരംഭങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നാനാജാതി മതസമൂഹത്തോട് നമുക്ക് സ്നേഹപരമായി സംവദിക്കാൻ സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സംക്ഷിപ്തമായി ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന വിഷയത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ചിന്തിക്കുക, പഠിക്കുക, നല്ലത് പിൻപറ്റുക, ദൈവത്തിന്റെ അടിമകളാവുക, അവനെ മാത്രം ആരാധിക്കുക, മരണാനന്തര ജീവിതത്തിന് വേണ്ടി സജ്ജരാവുക. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വ